അദ്ദേഹത്തിന് ഈ പാർട്ടിയുമായി പാർട്ടി ഇടതുപക്ഷ മുന്നണിയുമായിട്ട് യോജിച്ചു പോകാൻ സാധ്യമല്ലാത്ത സ്ഥിതിയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വിട്ടു നിൽക്കാം. രാഷ്ട്രീയത്തിൽ നിർബന്ധമൊന്നുമില്ല. പക്ഷേ പോകുന്ന സമയത്ത് കുറേ ആരോപണങ്ങൾ പറഞ്ഞ് ആരെ ഒരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്തി പോകണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന മുഴുവനും വരുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ഇത്തരം പ്രസ്താവനകളും പാർട്ടിയെ സംബന്ധിച്ച് കെട്ടിച്ചമച്ച ആരോപണങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പുത്തരിയല്ല. എത്രയോ ആരോപണങ്ങൾ ഇതുപോലുള്ളത് കേട്ട് തടംപിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷേ ആ അത്തരത്തിലുള്ള ആരോപണങ്ങളെ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിന് യാതൊരു മാറ്റവും ഉണ്ടാകാറില്ല. കാരണം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടാണ് പാർട്ടി തീരുമാനമെടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിലപാട് ആ സ്ഥിതിഗതികളിൽ മാറ്റം വരാത്തിടത്തോളം കാലം അതിൽ തന്നെ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകും എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. അപ്പം അതുകൊണ്ട് പാർട്ടിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ രാജ്യത്ത് വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് രാജ്യം നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. 50 കൊല്ലകാലത്തോളം കോൺഗ്രസ് രാജ്യം ഭരിച്ചു. ആ ഭരണത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, എതിർപ്പും സമരങ്ങളൊക്കെ. പക്ഷേ അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒരു ശക്തിയാണ് ഇന്ന് ഭരിക്കുന്നത്. ആ ശക്തി എന്ന് പറയുന്നത് രാജ്യത്ത് അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി രാജ്യത്തുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കുക, വർഗീയ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് ആ വർഗീയ ശക്തികളുടെ പിന്തുണയിൽ അവരുടെ പിൻബലത്തിൽ അധികാരം ഉറപ്പിക്കുക എന്നുള്ള നിലപാടാണ് അവർക്കുള്ളത്. അതുമായി വിട്ടുവീഴ്ച കൂടാതെ ആ നയത്തിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് CPM. ആ CPMനെയാണ് ആ RSSO അതല്ലെങ്കിൽ അതുപോലുള്ള വർഗീയ ശക്തികളുടെ കൂട്ടത്തിലേക്ക് അതല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിലെ പങ്കാളികളാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രചരണങ്ങളാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ നിലപാടുകൾ തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പാർട്ടി എടുത്തിട്ടുള്ള നിലപാട്.